നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പ്രമേഹത്തെ പിടിച്ചുകെട്ടും, കരൾ രോഗങ്ങൾ ശമിപ്പിക്കും. ഇത് നിറയെ ഔഷധ ഗുണമുള്ള ലഘുസസ്യം. പുരയിടങ്ങളിലും വഴിയോരങ്ങളിലുമെല്ലാം ധാരാളമായി കണ്ടുവരുന്ന കീഴാർനെല്ലി എന്ന ചെറുസസ്യം കരൾ രോഗങ്ങൾക്ക് ഫലപ്രദമായ മരുന്ന് ചെടിയാണ്. മഞ്ഞ കലർന്ന പച്ച നിറത്തിലുള്ള പൂക്കളോടുകൂടി നെല്ലിക്കയുടെ ആകൃതിയിൽ വളരെ ചെറിയ ഫലങ്ങളുണ്ടാകുന്ന ലഘുസസ്യമാണിത്. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ശ്വാസകോശം, കരൾ എന്നിവയുടെ രോഗചികിത്സയിലാണ് ഈ ഔഷധിയെക്കുറിച്ച് പ്രധാനമായും പ്രതിപാദിക്കുന്നത്. സിദ്ധവൈദ്യത്തിൽ മഞ്ഞപ്പിത്ത ചികിത്സയ്ക്ക് നൂറ്റാണ്ടുകളായി കീഴാർനെല്ലി ഉപയോഗിക്കുന്നുണ്ട്. ശാസ്ത്രനാമം ഫൂമിയ മലഗി, താമലഗി, ഭൂധാത്രി, കിഴുകൈനെല്ലി, നില ഉശിരിക, നെല ഉശ്രീരി എന്നിങ്ങനെ പല ഭാഷകളിലും പല പേരുകളിലും അറിയപ്പെടുന്നു. നെല്ലിയുടേതുപോലെ ഇലകളുടെ അടിവശത്ത് ചെറിയ നെല്ലിക്ക പോലുള്ള കായ്കളും കാണപ്പെടുന്നത് കൊണ്ടാകാം കീഴാർനെല്ലി എന്നു പേര് വന്നത്. വയറുവേദന, ദഹനമില്ലായ്മ, കരൾ പ്ലീഹ വീക്കം, രക്തസ്രാവം, കഫം, രക്തക്കുറവ്, ചുട്ടുനീറ്റൽ, കൺപുകച്ചിൽ, അരുചി, ദഹനക്കുറവ്, അമിതദാഹം, ത്വഗ് രോഗങ്ങൾ, ശ്വാസമുട്ടൽ, ചുമ, പ്രമേഹം, രക്തപിത്തം, കരൾ രോഗങ്ങൾ, മൂത്രമാർഗ രോഗങ്ങൾ, വ്രണങ്ങൾ എന്നിവയൊക്കെ സുഖപ്പെടുത്താൻ കീഴാർനെല്ലി ചേർന്ന ഔഷധങ്ങൾ ഫലപ്രദം. സമൂലമായോ വേരുമാത്രമായോ കീഴാർനെല്ലി ഉപയോഗിക്കുന്നു. അതേസമയം കരൾ രോഗങ്ങൾക്കും മറ്റും സ്വയം ചെയ്യാതെ വൈദ്യസഹായത്തോടെ വേണം ചികിത്സയെന്ന് ഓർമ്മിപ്പിക്കട്ടെ. കീഴാർനെല്ലി സമൂലം ഇടിച്ചു പിഴിഞ്ഞ് നീര് അതല്ലെങ്കിൽ അരച്ചെടുത്ത് തിളച്ച പാലിൽ കലക്കി കാലത്തും വൈകിട്ടും വെറും വയറ്റിൽ സേവിക്കുന്നത് മഞ്ഞപ്പിത്തം, മറ്റ് കരൾ രോഗങ്ങൾ, പ്ലീഹാരോഗങ്ങൾ എന്നിവ ശമിപ്പിക്കാൻ സഹായിക്കും. അതുതന്നെ മോരിൽ ചേർത്ത് നൽകുന്നത് പഴകിയ അതിസാരം, ആമാതിസാരം, രക്താതിസാരം, കരൾ രോഗങ്ങൾ എന്നിവ ശമിക്കാനും നല്ലതാണ്. മഞ്ഞപ്പിത്തമുള്ളവർക്ക് 10 ഗ്രാം കീഴാർനെല്ലി വേര് അരച്ച് പാലിൽ കലക്കി 2 നേരം വീതം 3-4 ദിവസം സേവിക്കുന്നത് രോഗശമനം നൽകും. 20 ഗ്രാം കീഴാർനെല്ലിയും 20 ഗ്രാം കുരുമുളകും ഉണക്കിപ്പൊടിച്ച് യുക്തമായ മാത്രയിൽ ഒരാഴ്ച കാലം സേവിക്കുന്നത് പ്രമേഹ രോഗം ശമിപ്പിക്കുമെന്ന് ആയുർവേദം പറയുന്നു. ആർത്തവ രക്തം നിലയ്ക്കാതെ പോകുന്ന സ്ഥിതിയുണ്ടെങ്കിൽ കീഴാർനെല്ലി സമൂലം അരച്ചെടുത്ത് കൽക്കം 3 മുതൽ 6 മില്ലി വരെയും അരിക്കാടിയിൽ കലക്കി ദിവസം 2 നേരം കഴിക്കുന്നത് ഫലം നൽകും. നേത്രരോഗത്തിൻ്റെ ഭാഗമായ നീരും വീക്കവും കുറയാൻ കീഴാർനെല്ലി ഇന്ദുപ്പ് ചേർത്തരച്ച് കുറച്ചു നേരം ചെമ്പു പാത്രത്തിലിട്ട് വച്ച ശേഷം കണ്ണിൽ തേക്കുക. കീഴാർനെല്ലിയുടെ ഇളം തണ്ട് വിധിപ്രകാരം കഷായം വെച്ച് യുക്തമായ അളവിൽ സേവിക്കുന്നത് അതിസാരത്തിനും ശോധനയ്ക്കൊപ്പം കഫം ഇളകിപ്പോകുന്നതിനും ഫലപ്രദമാണ്. മലേറിയ സുഖപ്പെടാനായി കീഴാർനെല്ലി സമൂലം വിധിപ്രകാരം കഷായം വെച്ച് യുക്തമായ മാത്ര നൽകാറുണ്ട്. ഇതേ കഷായം സേവിക്കുന്നത് മൂത്രച്ചൂട് ഉൾപ്പെടെ മൂത്രമാർഗ രോഗങ്ങൾ ശമിക്കാനും പ്രയോജനപ്പെടുന്നു. കീഴാർനെല്ലിയുടെ ഗുണങ്ങളും അണുബാധ മൂലമുണ്ടാകുന്ന കരൾ വീക്കം കുറയ്ക്കാനുള്ള അതിൻ്റെ ഔഷധശക്തിയും ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ടതാണ്. ചവനപ്രാംശം, കണ്ടകാരീകൃതം, അമൃതപ്രാശകൃതം, ചെമ്പുരുത്താദി കേര തൈലം, മധുയഷ്ട്യാദി തൈലം, പിപ്പിലാദികൃതം, അഫ്രഭസ്മം, ശ്വേതഗുഞ്ചാദി ഗുളിക, വസന്ത കുസുമാരകരസം, ബൃഹസ് കസ്തൂരി ഭൈരവരസം ഗുളിക, ബൃഹസ് വാദ ചിന്താമണി രസം ഗുളിക, ലിവോകോഡ് ടാബ്ലറ്റ് തുടങ്ങി ഒട്ടേറെ ആയുർവേദ മരുന്നുകളിൽ കീഴാർനെല്ലി ഒരു പ്രധാന ചേരുവയാണ്. ഒരു ദിവസം കഴിക്കാവുന്ന പരമാവധി അളവ് ഉണക്കിപ്പൊടിച്ചത് 3 മുതൽ 5 ഗ്രാം വരെയും, സമൂലം അരച്ചെടുത്ത് 5 മുതൽ 10 ഗ്രാം വരെയും, ഇടിച്ചു പിഴിഞ്ഞ് നീര് 10 മുതൽ 20 മില്ലി വരെയും.